ട്രെയിൻ മലയാളികൾ പറഞ്ഞ സംഭവം ആ സ്ഥലപ്പെടുത്തി കാണാൻ ഗോവ മഡ്ഗാവ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ബ്രഹ്മകുമാരീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമ്പറാണ് ഈ ടീഷർട്ട്. പക്ഷേ ഇത് ഞാൻ ചോദിച്ചു മേടിച്ചൊന്നുമല്ല, കണ്ടപ്പോൾ പ്രത്യേക വിധിയൊക്കെ ഉണ്ടല്ലോ, ശ്രീമതം. അപ്പം ശ്രീമതം പാലിച്ചുകൊണ്ട് എങ്ങനെ ഗോവ കുറച്ച് ട്രിപ്പുകളൊക്കെ ഒന്ന് കറങ്ങാം എന്നുള്ളൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പാലിക്കാറുണ്ട്, എന്നിരുന്നാൽ പോലും ചില സമയത്ത് നമ്മൾ തോൽക്കും. ഇപ്രാവശ്യം നോക്കട്ടെ, തോൽക്കും എന്നുള്ളത് നോക്കട്ടെ. റെയിൽവേ സ്റ്റേഷനുകളിൽ ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ വരാനുണ്ട്. എന്നോളും പ്രധാനമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ബാത്റൂമുകളാണ്, അത് വളരെ കുറവ് തന്നെയാണ് പൊതുവെ. അതൊക്കെ ഒന്ന് കൂടി കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ണിങ്ങായി മാറും എല്ലാം കൊണ്ടും. പലയിടത്തും ഇല്ല. ഇതാണ് ഗോവയിലുള്ള ട്രെയിൻ. മടങ്ങൂ. ഇതാണ് എൻ്റെ മടങ്ങാവ്. ഇതാണ് മഡ്ഗാവ് സ്റ്റാൻഡ്, അതിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വഴി ഇവിടെ ആളുകൾ വരുന്നുണ്ട് നമ്മൾ വിളിക്കാൻ, പക്ഷെ എന്നാലും വലിയൊരു ശല്യമില്ല. പല റേറ്റും പറഞ്ഞ് അങ്ങനെ അവർ തന്നെ പോകുന്നുണ്ട്. പിന്നെ ബസ് സ്റ്റോപ്പ്, അതൊന്നും വലിയൊരു റിസ്ക് ഇല്ല. നമ്മുടെ ബാഗ്, ഒരു ബാഗ് ഇതാ തോളത്ത്, ഒരു ബാഗ് ഇതാ കയ്യിൽ, 2 ബാഗ്, പിന്നെ ഒരു ബാഗ് അത് അവിടെ ബസ് സ്റ്റാൻഡിൽ സ്റ്റോപ്പിൽ. പ്രധാനം തന്നെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പഴയ ചരിത്ര നിർമ്മിതികൾ ഒരുപാട് ഉണ്ട് എന്ന് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഉള്ള കുറേ ബ്രിട്ടീഷുകാർ പഴയ പോലെ തന്നെ വരുന്നുണ്ട്. വീണ്ടും അവരവരുടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിനും ബ്രിട്ടീഷുകാർക്കും മാത്രമേ അറിയുള്ളൂ. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അവർക്കെല്ലാം ഇംഗ്ലീഷ് അറിയുള്ളൂ കൃത്യമായിട്ട്. അവരുടെ ഇംഗ്ലീഷ് തന്നെ വേറെ ഇംഗ്ലീഷ്, നമ്മുടെ ഇംഗ്ലീഷ് വേറെ ഇംഗ്ലീഷ്. എന്നിരുന്നാലും അതിൽ വരുന്നത് ഇപ്പോഴും ഭരിക്കാൻ തന്നെയാണ്. വീണ്ടും ഇന്ത്യയെ ഒന്നും കൂടെ ഭരണത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം ഇനി നടന്നാൽ യുഗം മാറിയില്ലേ. ഓട്ടോയ്ക്ക് ബൈക്ക് ചാർജ് വരുന്നത് 200 രൂപ, റെയിൽവേ സ്റ്റേഷൻ തൊട്ടിട്ട് ബസ് സ്റ്റാൻഡ് വരെ. ബൈക്കിനാണെങ്കിൽ 100 രൂപ പറഞ്ഞു. ലാസ്റ്റ് ഒരു ബൈക്കുകാരൻ പെട്രോൾ അടിക്കാണ്ട് പറഞ്ഞിട്ട് 50 രൂപയ്ക്ക് എത്തിച്ചേരാറുണ്ട്. അങ്ങനെ അയാളുടെ കൂടെ കയറി ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം അടുത്തെത്തി. അവിടുന്ന് പനാജി ബസ്സിൽ കയറി. ഇവിടുന്ന് പനാജി ബസ് ഇലക്ട്രിക് ബസ് കേട്ടോ, അടിപൊളി ബസ്. ഇതിൽ വരുന്നത് 35 രൂപ. ഇത്ര കിലോമീറ്റർ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അത്യാവശ്യം ഉണ്ട്, ഒരു 30 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു. പക്ഷെ 35 രൂപ ലാഭം. ഇലക്ട്രിക് ബസ് കേട്ടോ, ഒരു പൊടി സൗണ്ട് ഇല്ല, ചെറിയ ചാർജും. എൻ്റെ ഗോവ യാത്ര എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്നുമല്ല. ഞാൻ ഗോവയിൽ മുന്നേ വന്നിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം. അന്ന് ഇലക്ട്രിക് ബസ് ഒന്നുമില്ല, അന്നും ബസ്സിൽ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്തത്. നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ. പൊടികൾ ആസ്തി ഉണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ജീവിക്കാറുള്ളൂ. അപ്പോൾ വെറൈറ്റി യാത്രകൾ നമുക്ക് തരുന്നത്
നമ്മൾ ഉപയോഗിക്കുക. അന്ന് ആവശ്യം ഉണ്ടെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസയൊക്കെ ചിലവാക്കിയിട്ട് യാത്ര ചെയ്യണം. കുറെ ബ്രിട്ടീഷ് നിർമ്മിതികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി കുറേയൊക്കെ സംഗതികൾ നമ്മുടെ കേരളത്തിനോട് സാമീപ്യമുള്ള പല പല സംഗതികൾ തന്നെയാണ്. പിന്നെ ഇവിടെ നന്നായിട്ട് സ്ത്രീകൾ അധ്വാനിക്കുകയും ചെയ്യും, പല ജോലികളിലൊക്കെ ഏർപ്പെട്ട്. അങ്ങനത്തെ ഒരു ഗുണം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ വേറെ എന്താ കാണുള്ളത്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറെ ഇതുണ്ടല്ലോ, പല ഓരോരോ സ്കീമുകൾ ഉണ്ടല്ലോ ഇതിന്. പിന്നെ കുറെയൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ, ചോദിച്ചു മനസ്സിലാക്കണം, അതിനൊട്ട് സമയമില്ല. നിർമ്മിതികളൊക്കെ ഉണ്ട്, വികസനമൊക്കെ ഉണ്ട്, പക്ഷെ അത്യാവശ്യം പച്ചപ്പ് തന്നെയാണ്. ആമാടക്കാരികളായ അമ്മൂമ്മമാരുണ്ട് ഇഷ്ടംപോലെ. കാരണം അത്രയും പഴയ പാശ്ചാത്യ സമ്പ്രദായം എല്ലാവരിലും ഉണ്ട്. അത് പ്രായം ഒരു വിഷയമേ അല്ല. ഈ പാലം കുഴപ്പമില്ല, ഇത് കുറച്ചും കൂടെ വെറൈറ്റി. ഇവിടെ ഒരു പാലം, അവിടെ ഒരു പാലം, ഇവിടുത്തെ ഒരു പാലം, 3 പാലം ഒക്കെ കൂടെ. ഈ പാലമൊക്കെ കൂടെ കെട്ടി തൂക്കിയിട്ട് ഇതെനിക്കിഷ്ടമായി. തൂക്കാനാണെങ്കിൽ തൂക്കം ചെയ്തിട്ടുണ്ട്, എന്നാൽ തൂക്കുപോലല്ല, കോൺക്രീറ്റിനോട് തൂക്കുണ്ട്. എല്ലാം കൂടെ വെറൈറ്റി ഇന്റർനാഷണൽ പാലത്തിൻ്റെ പേരെന്താണെന്നറിയില്ല. അതൊന്ന് ചോദിച്ച് ഇവിടെ ഇതിൽ വിളമ്പാൻ എന്നെ കൊണ്ട് സമയമില്ല. വേറെ വല്ല യൂട്യൂബ് ചാനലും ഉണ്ടാവും. റേറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഇതുപോലെ ചങ്ക് വെട്ടി മലപ്പുറം യാത്രയിലൊക്കെ ഉണ്ട് ഇട്ടത്, എന്നാലും അത് വെറൈറ്റി. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സുകൾ. ജീപ്പ് സ്റ്റാൻഡ്. ആവറേജ് റൂമും ഇതിന് 700 റുപ്യ വാടക. പിന്നെ പുറത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്, ഗോവൻ കാഴ്ചകൾ റൂമിന് പുറത്തു കൂടെ. ഇതൊക്കെ ഗോവയുടെ മൊക്സ എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ചെറിയ കാഴ്ച. ജസ്റ്റ് ഒന്ന് കയറാം. ഇതാണ് ഗോവൻ മാർക്കറ്റ്. ഹോട്ടൽ സുഹാസ്, ഇതിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. ഫസ്റ്റ് ഫ്ലോർ തന്നെ കേട്ടോ, ഫസ്റ്റ് തടെ. ഇങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. കെട്ടിടങ്ങളാണ് ഈ തീരെ പറ്റിയിട്ടില്ല, കണ്ടിട്ടുണ്ട്.
ഇവിടെ അതാണ് എവിടെ ഏറ്റവും പ്രധാനം തന്നെ ആത്മീയതയാണെന്നുള്ളത് ബ്രഹ്മകുമാരീസിൽ പോയ ആൾക്കാർക്ക് അറിയാം. ഞാനിതാ നിൽക്കുന്ന സ്ഥലത്ത് ഫസ്റ്റത്തെ ഒരു അമ്പലം കേട്ടോ, പിന്നെ താഴത്തെ ഒരു അമ്പലം തന്നെയാണ് കാണിച്ചത്. ചെറിയ ചെറിയ പൂജകളൊക്കെ ഇവിടെയുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇത് എവിടെയുണ്ട്. താഴത്തേക്ക് കാണിച്ചു തന്ന ഒരു മന്ദിരം ഒരു കുടുംബക്ഷേത്രമാണ്. അതിൻ്റെ മേലെ ഒരു മന്ദിരമുണ്ട്, അത് ഫ്രീ ആകുമ്പോൾ ഒന്ന് പോയി നോക്കണം. അത് കുറച്ച് മേലേക്ക് കയറണം, എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെ വേറെ ഒരു അമ്പലം കൂടെ ഉണ്ട്, ലക്ഷ്മി നാരായണ ക്ഷേത്രം. ഇതൊക്കെ ഗോവൻ വഴികളിൽ ഗോവയുടെ ഒരു ഭാഗമാണ് ലക്ഷ്മി നാരായണ ക്ഷേത്രം. നല്ല ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് കയറി, നല്ല ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അവിടെ. മബ്സ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഹിന്ദി വായിക്കുന്നവരത് കണ്ടു കഴിഞ്ഞാൽ വായിക്കും. മബ്സ ഗോവ. ഇവിടെയാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ടോ, ഈ ഒരു ക്ഷേത്രത ഇതിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ഡാൻസിന്റെ പഠിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതേപോലെ മുടി വെട്ടുന്നൊരു അതിന്റെ ബാക്കിൽ കൊണ്ടിട്ട്. ഇതാണ് ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത ആയിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി തിരുമേനിനോട് വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചു. ചില്ലറ വിൽക്കി എന്താ നമ്മള് ഇതില് ദക്ഷിണ ഇട്ടു. ഇതാണ് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന്റെ ഒരു അകത്തളം. പക്ഷെ ഒരു കുട്ടില്ല, സമയം 7 മണിയാണ്. ഇവിടെ കണ്ടോ, ഈ ഒരു എളിയ ഒരു ഭക്തൻ മാത്രം. ഈ ഭക്തനാണെങ്കിൽ എന്തിനാ ഇറങ്ങിയിരിക്കണമെന്നുള്ളത് ആർക്കും അറിയുള്ളൂ, ബാബയ്ക്ക് മാത്രമേ അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇറങ്ങിയതെല്ലാം ഇറക്കിച്ചതാട്ടാ. ബാബ കളിപ്പിക്കുന്നു, ഞാൻ കളിക്കുന്നു. ഇവിടെ നിരവധി ദേവീദേവന്മാരുടെ ചിത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. മുകളിൽ നോക്കുകയാണെങ്കിൽ നന്നായിട്ടുള്ള അലങ്കാരങ്ങളും എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജധാനി. ഇതാണ് ഒരു കുഞ്ഞു രാജധാനി. പക്ഷെ ഒരു കുട്ടിയില്ല ഇവിടെ. എന്തുകൊണ്ട്? ഇവിടുത്തെ ലക്ഷ്മി നാരായണനും ബാബയെ ഓർമ്മിക്കുന്നതിന്റെ പവർ. ഈ ഉത്സവത്തിനൊക്കെ വരണം കേട്ടോ, അപ്പോളെ അറിയണ്ടാവുള്ളൂ. ഉത്സവത്തിന് നല്ല ഗംഭീരമായിരിക്കും. എന്തായാലും ഇതിപ്പോ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ എന്തായാലും ചെലവാക്കിയിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ അവിടെയൊക്കെ അമ്പലങ്ങളിൽ വീഡിയോ എടുക്കാൻ പ്രയാസം, പക്ഷെ ഇവർക്ക് ഇങ്ങോട്ട് വീഡിയോ എടുക്കാമല്ലോ. നോക്ക്, CCTV. അപ്പൊ പിന്നെ നമുക്ക് കൊടുക്കാം. മുമ്പ് നല്ലതല്ലേ, ഡീസെന്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ, എടുത്തോളാം. ഇന്ന് എല്ലാ അമ്പലങ്ങളും സമ്മതിക്കുന്നില്ല കേട്ടോ. വേറൊരു അമ്പലത്തിന്റെ ഇതിന്റെ തൊട്ടടുത്ത ഒരു അമ്പലം തന്നെ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കരുത്. അപ്പൊ ഇനി അവിടെ ഒന്നുകൂടെ പോയിട്ട് ചോദിച്ചു നോക്കണം. ഇത് കണ്ടോ, ഗംഭീരല്ലേ? ഗോവയില് മത്സയിലെ ഒരു ഗംഭീര ക്ഷേത്രാട്ടാ. ഒരു കുട്ടി ഇതുവരെ ഇല്ല, സാരമില്ല. ആരില്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വളരെ സമാധാനമായിട്ട് എടുക്കാൻ പറ്റും. ലക്ഷ്മി നാരായണന്റെ വസ്ത്രം ഈ തിമേനി മാറ്റുന്നതായിട്ടുള്ള ഒരു സമയട്ടാ. നോക്കണേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹം തന്നെ വസ്ത്രട്ട രീതിയാണ്. എന്നിരുന്നാൽ പോലും അതിന്റെ മേലെ ഒരു വസ്ത്രം കാണിക്കുന്നതാണ് ഇവിടെ. നമ്മളോട് എന്താ കാണിക്കാതെ നമ്മുടെ കൈക്കലിന്റെ അതാണെങ്കിൽ ഇവിടെ മാർഗ്ഗമാണ്. പക്ഷേ മാർഗ്ഗം കേട്ടോ, ഇന്നലെ കുറവില്ല. പക്ഷെ അമ്പലം തന്നെയാണ് കറക്റ്റ് ആളുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ അവർ കുറവൊന്നും അവരുണ്ടാക്കലാണ് ഭക്തരാണ്. ലക്ഷ്മീനെ തിരുവസ്ത്രം അഴിച്ചു നോക്കും. ഇവിടെ അതുപോലും ചെയ്യുന്നില്ല. നമ്മൾ എന്താ പറയുക, ക്ഷേത്രത്തിൽ നടക്കാത്തവരുടെ പോലും. പക്ഷേ ഇവിടുത്തെ ലക്ഷ്മി നാരായണൻ അത്രേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കുടുംബങ്ങൾ നമ്മുടെ ലക്ഷ്മി നാരായണൻ നാരായണന്റെ തിരുവസ്ത്രം അഴിക്കുന്നു. ഒരു തിരുമേനിയാണ് ഇത് ചെയ്യുന്നത്. അല്പം 10 തിരുമേനിയും പറയില്ല ആളാണ് അതിന് നിമിത്തം. തിരുവസ്ത്രം അണിയിക്കാൻ പോകണം. ഇതാണ് സത്യയുഗത്തിൽ കാണിക്കുന്നത്. വിളക്കുകളും ലോഹങ്ങളും, അതുപോലെ വിഗ്രഹങ്ങൾ തന്നെ ഏതെല്ലാം വിധത്തിലുണ്ട്. ലോഹങ്ങളിലുണ്ട്, കല്ലിലുണ്ട്, പഞ്ചലോഹം, പിന്നെ കല്ല്, പലതുണ്ട്. ഇതിനൊക്കെ വെറുതെ നല്ല ഒക്കെ ഇരുന്ന അർത്ഥങ്ങളുണ്ട്. പല കാര്യങ്ങളും ഇവിടെ നമ്മൾ വെളിപ്പെടുത്തി തരാം, നമ്മളെ കൊണ്ടാവുന്ന വിധത്തിലും. ബാക്കി അറിയുന്നവർ മറ്റുള്ള വിധത്തിലും ചെയ്യും.
ഗോവയിലൊരുത്തനെ ഈ പണി ചെയ്യണോണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തപ്പോൾ ഇത് സംഭവം? നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ നിന്ന് വരുന്നു സംഭവം. ഇവിടെയും ഗോൾഡ് മൈനിങ് ഉണ്ട്. അപ്പോൾ ഗോൾഡ് ഉണ്ട് ഇവിടെ ഗോവയിൽ, അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇപ്പോൾ എവിടേക്കോ ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ ഗോൾഡ് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെനക്കെട്ട പണിയാണ്, പക്ഷേ ആ ഒരു ദിവസത്തെ കൂലി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്യണ പണി ഒന്നൊന്നര പണിയാണ്. സത്യം പറഞ്ഞാൽ വലിയൊരു പ്ലാനിങ് ഇല്ലാതെ ഞാൻ ഗോവയിൽ ഞാൻ എത്തിക്കണമെങ്കിലും ഞാൻ എത്തിയതിന് മുകളിലുള്ളവർക്ക് ഒരു വലിയൊരു പ്ലാനുണ്ട്. ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ഞാൻ ക്യാൻസൽ ചെയ്യാനുള്ളൊരു കാരണം ഒക്കെ എല്ലാത്തിലും നന്മ ഉണ്ട്. അമ്പലം തുറന്നിട്ടില്ല കേട്ടാ. ബാബയുടെ കൊടിയുള്ളൊരു വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലം, തുറന്നിട്ടില്ല. ചാച്ചാ നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട് ഇവിടെ. കുഴപ്പമില്ല, ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും. മൊബ്സയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇത് ഗോവയിലെ മത്സയുടെ വലിയ വേറൊരു മന്ദിരമാണ്. മത്സ ഏകദേശം ഇവിടെയാണ് മത്സേൻ്റെ ബസ് സ്റ്റാൻഡും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതാണ് ഒരു മത്സേൻ്റെ ഒരു ചെറിയൊരു ടൗൺഷിപ്പ് എന്ന് പറയാമല്ലോ, ഒരു അങ്ങാടി. ഇതാണ് ഈ അമ്പലം. ഇത് സത്യയോഗമൊന്നുമല്ല, സംഗമയുഗം. പക്ഷേ ഇതൊരു അമ്പലമാണ്, ഗോവയിലൊരു ക്ഷേത്രം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗണത്തെ ഒരു ക്ഷേത്രമാണ്. പക്ഷെ ഇവിടെ ഒരു ഒന്നിനും കുറവില്ല കേട്ടോ. ഇപ്പോൾ ഫാനാണ്, പക്ഷേ നാളെ അത് ഈ എയർ കണ്ടീഷനിലേക്കൊക്കെ മാറ്റി അവരെ സംബന്ധിച്ച് വലിയ പ്രയാസമൊന്നുമില്ല. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 6 രൂപ ഗോവയിലെ പെട്രോൾ. അപ്പം നമ്മളൊരു വണ്ടി എടുത്തു, അങ്ങോട്ട് എടുത്തു, പിന്നൊന്നും നോക്കിയില്ല. എൻ്റെ ബൈക്ക് ഗോവൻ കേട്ടോ. അത്യാവശ്യം ആനന്ദമേള എന്ന് പറയില്ല, ആനന്ദത്തിൻ്റെ സംഗമയുഗമാണ് ഇത്. ഗോവ എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആദ്യം മുതൽ അന്ത്യം വരെയുള്ള എല്ലാവരും ഇവിടെ. ചെരുപ്പിനെ വരെ ആരാധിക്കുന്നു, അങ്ങനെയും പറയാം. വെറൈറ്റി ഭക്തികൾ പല പല നാടുകളിൽ ചെന്നാൽ കാണാൻ പറ്റൂട്ടോ. അത് സംഭവം തന്നെ. അങ്ങനെ ഗോവയിലെ ഭക്തി ഇതാണ്.
ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ അമ്പലങ്ങളിലും എന്തെങ്കിലും ഒരു വരുമാന മാർഗം അതിനോട് ചേർന്നിട്ടുണ്ട്. അതാണ് രസം. ഞാനിതാ കളിക്കാത്ത കല്യാണത്തിന് പോയതിൻ്റെ വീഡിയോസ് അമ്പലം കൊണ്ട് 5 കളി തന്നെയാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത്. ഇപ്പം ഞാൻ വന്ന സ്ഥലത്ത് പക്ഷെ എല്ലാ അമ്പലങ്ങൾക്കും ചേർന്നിട്ടൊരു വരുമാന മാർഗമുണ്ട്. ഒരു ഓഡിറ്റോറിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാത്തിലും ഓരോ ചരിത്രം ഉണ്ടായിരിക്കും. $33 കോടി ദേവതകളുടെ എത്ര കോടി അമ്പലം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം 21 ജന്മം വീതം സത്യത്രേതായുഗത്തിൽ 9 ലക്ഷത്തിൽ നിന്ന് തുടങ്ങിയിട്ട് 33 കോടി ആവണം കഥ. അപ്പോൾ അവരുടെയൊക്കെ പല പല വിധത്തിലുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കൃഷ്ണൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൃഷ്ണൻ്റെ രാധയുടെ മാത്രം. ബാക്കി 33 കോടി ആളുകളുടെയും കഥ പറയുന്നുണ്ട് ചില്ലറയാണ്. പക്ഷെ അവരൊക്കെ ചരിത്രങ്ങൾ പല പല സ്ഥലങ്ങളിൽ പോയി തിരഞ്ഞു നോക്കിയാൽ കിട്ടും. कलर का नाम क्या आपके? थोड़ा सा बढ़ गई। നമ്മുടെ നാട്ടിൽ അത്ര തിരയില്ല. ഞാൻ ഗോവയിൽ ഒരു തവണ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ബീച്ച് ഇത്രയധികം കൂടുതലായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് ജസ്റ്റ് രാവിലെ വന്ന് വൈകുന്നേരം. फोटो पड़े क्या
നന്നായി ശ്രദ്ധിക്കണം ശരീരത്തെ. ആ ഓംബോർഡും വെച്ചിട്ട് ഉള്ളതൊക്കെ മാറണം കേട്ടോ. അതിൻ്റെ ബാക്കിലുള്ളതൊക്കെ മാറണം. ഞാൻ എൻ്റെ കയ്യിലുള്ള വെള്ളം കഴിഞ്ഞപ്പോൾ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കിയപ്പോഴേ 15 രൂപ 20 രൂപ വരുന്ന വെള്ളത്തിൻ്റെ ബോട്ടിലിന് 30 രൂപ. ഞാൻ വാങ്ങിയില്ല. വെള്ളം നമുക്ക് പുറത്തു പോകുമ്പോൾ വാങ്ങിയില്ല. കഴിഞ്ഞ് സാരമില്ല, തൽക്കാലം ദാഹം സഹിക്കാം. അമ്പലങ്ങൾ തന്നെ അമ്പലങ്ങൾ. ഗോവയിലെ നിരവധി അമ്പലങ്ങളിൽ ദർശനം നടത്തിയ ഒരു ഭക്തൻ നാം മാത്രമേ ഉണ്ടാവുള്ളൂ പോകുന്നുണ്ട്.
ठीक है